ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ. 63-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ, ദൈവമേ നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. ദാവീദ് രാജാവിൻ്റെ വലിയൊരു ഭയത്തിലിരിക്കുമ്പോൾ രചിച്ച സങ്കീർത്തനമായത്. ഞായറാഴ്ച രാവിലെ എല്ലാവർക്കും ഒരാവേശമുണ്ട്. പള്ളിയോടും ഭയഭക്തിയോടുമുള്ള ആ തരത്തിലുള്ള ആളുകൾക്ക് പള്ളിയിൽ പോകാനുള്ള ആവേശം പള്ളിയിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നും മാറി. അല്ല, അന്നൊന്നും പള്ളിയിൽ പോകുന്നില്ല, ഉറങ്ങണമെന്നുള്ളവർക്ക്, അല്ലെങ്കിൽ മറ്റേവർക്ക് ഇന്നൊരു ഹോളിഡേ ആണല്ലോ, അന്ന് ഒന്ന് ശാന്തമായി ഇരിക്കാവുന്നുള്ള, അങ്ങനെ അല്ല ഇന്നൊന്ന് ഒരു മറ്റേ പിക്നിക്കായി മറ്റേ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ. ദൈവത്തോടടുത്ത് നിൽക്കുന്ന ഒരനുഭവം, ആ ഞായറാഴ്ച രാവിലത്തെ ഒരു അനുഭവമുണ്ട്. ആ അനുഭവത്തിൽ നിൽക്കാൻ സാധിച്ചാൽ, ദൈവത്തോടടുത്ത് നിൽക്കുമ്പോൾ ഏത് ഭയാനകമായ, ദാവീദ് രാജാവിനെ സംബന്ധിച്ചോളം അവിടെ ശൗല ഓടിച്ച് ഗുഹയ്ക്കകത്തിരിക്കുമ്പോൾ പേടിച്ചിരിക്കുക. ദൈവമേ നീ എൻ്റെ ദൈവമാണ്, അധികാലത്ത് ഞാൻ നിന്നെ അന്വേഷിക്കും. രാവിലെ തുടങ്ങുന്ന നിൻ്റെ ജീവിതം ദൈവത്തോട് ചേർന്ന് നിനക്ക് തുടങ്ങാൻ സാധിച്ചാൽ, അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് അത് കളയരുത്. അത് രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും, കാലത്തും ഉച്ചയ്ക്കും വൈകിട്ടും ഞാൻ എൻ്റെ സങ്കടം ബോധിപ്പിച്ച് കരയുമെന്ന് ദാവീദ് രാജാവ് പറഞ്ഞതുപോലെ അതേ മൂഡിൽ നിൽക്കാൻ സാധിക്കണം. ഏത് പ്രലോഭനങ്ങളോ, ഏത് പ്രതിസന്ധികളോ, ഏത് പ്രതികൂലങ്ങളോ എതിരായി എന്തെല്ലാം വന്നാലും അതിൽ അതിജീവിക്കുവാനുള്ള ശക്തിയിൽ നിൽക്കാനുള്ള കൃപ ഉണ്ടാകണം. ആ കൃപയുണ്ടാകുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആ ശക്തി, ദൈവത്തോടുള്ള ബന്ധത്തിൽ നിൽക്കുന്ന ശക്തി, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ ലഭിക്കട്ടെ. കണ്ണുകടയ്ക്കാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, പരിശുദ്ധ പിതാവേ, മാനസിക സംഘർഷത്തിലും ഭാരത്തിലും പ്രയാസങ്ങളിലും ഒക്കെ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ഈ ദൈവശക്തി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിൽ നിറച്ച് നിൻ്റെ മക്കളെ ബലപ്പെടുത്തിക്കൊള്ളണം. ഞങ്ങളുടെ മുഖ്യമന്ത്രി, ഗവർണർ, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ, ലോകമ്പാട് സുവിശേഷം അറിയിക്കുന്നവർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, തകർന്നടിഞ്ഞ ജീവിതവുമായിട്ട് നടക്കുന്ന ജീവിതത്തിൻ്റെ നിരാശപ്പെട്ടവർ, ജീവിതമൊന്നും ശരിയായില്ല എന്ന് ചിന്തിക്കുന്നവർ, ഏതവസ്ഥയിൽ നിന്നും അവർക്ക് ഒരു പുതിയ കയറ്റം ലഭിക്കുന്നതിന് ദൈവത്തോടൊന്ന് അടുക്കുവാൻ ദൈവത്തിൻ്റെ പ്രത്യേക കൃപ ശക്തി അവരുടെ മേൽ ഇറങ്ങട്ടെ. ഭവനത്തിൻ്റെ ദോഷങ്ങളെ, ശാപക്കെട്ടുകൾ, അന്ധകാരക്കെട്ടുകൾ, അപ്രകാരമുള്ള എല്ലാത്തര തിന്മ ശക്തികൾ, അതിൻ്റെ എല്ലാം മധ്യത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അത്ഭുതകരമായി ഇതിൻ്റെ മക്കളിൽ വ്യാപരിച്ചു. പരിശുദ്ധാത്മാവിൽ അത്ഭുതകരമായി വ്യാപരിച്ച് നിൻ്റെ മക്കളെ വഴി നടത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ പൂർണ്ണമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ആശീർവദിക്കണം. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, ഒഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ഓർഫനേജുകൾ, ജയിലുകളിൽ കഴിയുന്ന, ബെഡിഡനായിട്ടുള്ളവർ, വിശ്രമജീവിതം നയിക്കുന്നവർ, എപ്പോഴപ്പെട്ടവർ, മാനുഷ്യ സംഘർഷത്തിലിരുന്ന കർത്താവെ, മാനസികമായി തകർന്നിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കായി ഈ വചനം ഒരു പുതിയ ഉണർവും പുതിയ ശക്തിയും പുതിയ ബലവും നൽകട്ടെ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഗോഡ് ബ്ലസ് യു. തീരാത്ത കനിവിന്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.